ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. നിങ്ങൾക്ക് അതിൻ്റെ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഞമ്മ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ഇന്ന് ബ്രദർ ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ടായിന്, ഡേ വന്നിട്ടുണ്ടായിന്. നൈറ്റ് ഞമ്മ ഇപ്പോൾ കറങ്ങാൻ പോകുന്നുണ്ട്. എവിടെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് പറയാം. പിന്നെ ബാംഗ്ലൂർക്ക് വന്നിട്ട് കുറേ ദിവസങ്ങളായി പറഞ്ഞാൽ ഒരു 2-3 ആഴ്ച ആയെന്ന് തോന്നുന്നു. പറഞ്ഞു നിൽക്കണമെങ്കിൽ ഒരു വീഡിയോ വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞമ്മ കറങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ടുണ്ടായിന്. പക്ഷെ വ്ളോഗ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമല്ല. നമ്മൾ പുറത്ത് പോകുമ്പോൾ അത് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്നത് യലഹങ്കത്തിലേക്കാണ്. ഇപ്പോൾ ഞാനും എൻ്റെ ഉമ്മായും അനിയത്തിയും എൻ്റെ മോളും അനിയത്തിൻ്റെ 2 മക്കളുമുണ്ട്, അനിയത്തിൻ്റെ ഹസ്ബൻഡും അനിയനും, അങ്ങനെ ഒക്കെ കൂടിയിട്ട് നൈറ്റ് ഇങ്ങനെ പോകുന്നുള്ളൂ. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ള അവിടെ എന്ന് പറഞ്ഞു നിൽക്കണമെങ്കിൽ യലഹങ്കത്തിൽ എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എക്സിബിഷനക്ക് പോവാന്ന് പറഞ്ഞിട്ട് പിള്ളേരെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ നമ്മൾ തിന്നാനും പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ടായിനല്ലാണ്ട് കുഞ്ഞോളെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടാ കളിക്കാനല്ല. അപ്പോൾ എക്സിബിഷനക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സിബിഷനക്ക് വന്ന് ഗായ്സ്, നിങ്ങൾക്ക് കാണാം കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിന്. പുറമത്തെ ഒരു ഇതന്നെ നോക്കി എന്തോ ഒരു ഭംഗിയല്ലേ ഒരാക്കിയതല്ല. അപ്പോൾ ബുർജ് ഖലീഫ അങ്ങനെ ഒരുപാട് ഒരു ഇതെല്ലാം കണ്ടിട്ടുണ്ടെല്ലാം ഉണ്ടായിന്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിന്. നമുക്ക് ഈ ഫോട്ടോ എടുക്കാനെല്ലാം ഇഷ്ടമുണ്ട ആൾക്കാർക്കെങ്കിൽ ഫോട്ടോ എടുക്കാനും അങ്ങനെ എല്ലാം നല്ല ഒരു പ്ലേസാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 11-നാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂരിലുണ്ടായിട്ട് എക്സിബിഷനക്ക് വന്നിട്ട് പിള്ളേർക്ക് ടൈം സ്പെൻഡ് ആക്കിയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഇതൊരു പ്രൊമോഷൻ അല്ല കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ മോളും അനിയത്തിൻ്റെ മക്കളും നല്ല ഒരു ജോലിയാക്കി. അപ്പോൾ അനിയത്തിൻ്റെ മക്കളല്ല, അനിയത്തിൻ്റെ മോള്. ഒരു മോള് ഇപ്പോൾ അത്രേ 6 മന്ത് ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല എൻജോയ് ചെയ്തു. നമ്മൾ നല്ല കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യൂസ് നോക്കുക ഗൈസ്, നല്ല ഒരു രസമുണ്ടല്ലോ. എനിക്ക് അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ടൈറ്റാനിക് കണ്ടല്ലേ, എനിക്ക് ആ ടൈറ്റാനിക് ഞാൻ ലോങ് തന്നെ പറയുമ്പോൾ ടൈറ്റാനിക് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അമ്മ ഏടെ പോയെന്ന് കണ്ടു ടൈറ്റാനിക്കിൽ വരന്തിതാക്കല ടൈറ്റാനിക്, പിന്നെ ഈ കൊലംബസ്, അങ്ങനത്തെ കാര്യത്തിൽ മാത്രം ഞാൻ ഇരിക്കൂ. അപ്പോൾ അതിൻ്റെ ഒരു മെച്ച തന്നെ വേറെ അല്ലേ. അപ്പോൾ ഇതാണ് ഗൈസ് ബ്രദറും പിന്നെ എൻ്റെ മോളും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ഫോട്ടോഷൂട്ട് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉള്ളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഉള്ളത്തെ ഒരു ഭംഗി നിങ്ങൾക്ക് കണ്ടല്ലോ. നല്ല ഒരു മൈൻഡെല്ലാം നല്ല ഒരു ഇതുണ്ടതിന്, റിലാക്സിങ്. പിന്നെ അങ്ങനെ ഫിഷും കാര്യങ്ങളും ഇങ്ങനെ ഇത് മാംഗ്ലൂരിലും ഉണ്ടായിന്. പക്ഷേ ഇത് വേറെ പോലെ, പക്ഷെ നല്ല ഭംഗിയുണ്ടായിന്. നമ്മൾ അങ്ങനെ പർച്ചേസിങ് എന്താ എടുക്കാനെന്തോ അങ്ങനെ പോയിട്ടാ പറഞ്ഞു നിൽക്കണ്ടെങ്കിൽ നമ്മൾ പുറത്തെടുക്കുന്നതിനേക്കാളും അധിക റേറ്റായിട്ടുണ്ടായിന് നോക്കുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടാ
തിന്നാനെല്ലാം എടുത്തിട്ടുണ്ടായിന്. അപ്പം നമുക്ക് തിന്നുന്നതെല്ലാം പയ്യെ ഞാൻ കാണിക്കാം. അങ്ങനെ അവിടെ ഗെയിംസ് ഉണ്ടായിന്. ബ്രദർ ഫസ്റ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആര് ഗ്ലാസ് ഫുള്ളായിട്ട് ഇട്ടിനെന്ന് പറഞ്ഞിട്ട് ബ്രദറും പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇതാക്കി കളിച്ചിന്. അപ്പോൾ ആര് ഇട്ടിനെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ റിങ് ഉണ്ടായിന്. ഇതെല്ലാം നല്ല മജയുള്ള ഒരു കാര്യം. നമുക്ക് ഇങ്ങനെ പോകുമ്പോൾക്ക് പുറലെന്നെ നിൽക്കുന്ന ആൾക്കാരെങ്കിലും അല്ല എന്തൊക്കെ ഉണ്ടെങ്കിൽ ഡ്യൂട്ടിയിൽ തന്നെ ഉണ്ടായിട്ട് ടൈം സ്പെൻഡ് എന്താക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലേസിൽ വന്നിട്ട് നമുക്ക് കളിക്കുമ്പോഴൊക്കെല്ല ഫുള്ള് നല്ല മജ ഉണ്ടാവും. മൈൻഡെല്ലാം റിലാക്സ് ആയിട്ട് ഉണ്ടാവും. ഇത് ഞാൻ ഈ ഗെയിം നല്ല 2 പ്രാവശ്യം ഞാൻ കളിച്ച് നല്ല മെച്ചമുണ്ടായിന്. പിന്നെ വലിയതെന്ത് നമുക്ക് എക്സ്പെക്റ്റഡ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇട്ടിട്ട് എത്രയാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു നമ്മൾ വിചാരിച്ച ഒരു ഗിഫ്റ്റ് ഒന്നും കിട്ടില്ല. ഇപ്പം കിട്ടുന്ന ഒരു ഗിഫ്റ്റ് നോക്കുന്നതെന്ന് അങ്ങനെ ഗായ്സ് നമുക്ക് ബബിൾസ് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. പിന്നെ ബോളിൽ കളിക്കാൻ പോയി. എത്ര ആയാലും ആ 3 ജഗ് താഴേക്ക് പോകുന്നില്ല. കുറേ ട്രൈ ചെയ്തു, ബ്രദറും ട്രൈ ചെയ്ത്. പക്ഷേ നമുക്കത് ഫുള്ള് ഇട്ടാൽ കണ്ടെങ്കിൽ 200 റുപ്പീസ് കിട്ടും. പെയ്ഡ് ആക്കേണ്ടി 50 റുപ്പീസ്. അങ്ങനെ ഓർക്കന്നെ ഞമ്മ 500 തന്നെ കൊടുത്തിട്ട് തന്നെ വന്നു. കുറേ കളിച്ച് ബൂന്നാന്ന് പറഞ്ഞ് നോക്കി, പക്ഷേ പോയിട്ടില്ല ഗായ്സ്. ഇനിയുള്ളതാണ് ഗൈസ്, ഇനിയുള്ളത് കാണുന്നല്ലേ. അവിടെ എൻ്റെ മോൾ ഇങ്ങനെ ഇതാക്കിയിട്ട് ഓടിക്കൊണ്ട് പോയിട്ട് അവിടെ കളിക്കുന്നത് നോക്കുന്നുള്ളൂ. അങ്ങനെ എപ്പോഴും പിന്നെ ജോയ മൻഹ അനിയത്തിൻ്റെ മോളാണ് മൻഹ, എൻ്റെ മോളും ജോയ. അപ്പോൾ ഒരു എപ്പോഴും മുകളിൽ ഫ്ലൈറ്റെല്ലാം പോകുമ്പോഴെല്ലാം ഇങ്ങനെ പറയുമോ ഫ്ലൈറ്റ് പോയി അങ്ങനെ ഓരോ ഇത് ഹെലികോപ്റ്ററിലെത്തി. പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിന്. ഒരാളെ എടുത്തിട്ട് ഞമ്മ ഇപ്പറ വന്ന് ഗൈസ് നിങ്ങൾക്ക് കാണും. ഞങ്ങൾ ഇപ്പോൾ കൊളംബസിലിരിക്കാൻ പോയിനെ. ഇപ്പോൾ നാട്ടിലെല്ലാം കുറവാണ്. അപ്പോൾ ഇവിടെ 100 റുപ്പീസ് പെർ മെമ്പർക്ക് 100 റുപ്പീസ് കൊടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് പണ്ടേ ഉള്ള ശീലമാണ് ബാക്കായിട്ട് വന്നിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് ആടുന്നല്ല ജോലി മുകളിലേക്ക് പോയിട്ട് അതിൽ താഴേക്ക് വരുന്നത്. നല്ല മെച്ചമുണ്ടായിന് ഗൈസ്. കുറേ ആൾക്കാരെന്തോ ഉണ്ടായിട്ടാ ഇതിലിരിക്കാൻ. അങ്ങനെ പൊട്ടോട്ടോ എടുത്ത് അങ്ങനെ ഞമ്മ എല്ലാം തിന്നിട്ട് ഇങ്ങോട്ട് പാനിപ്പൂരി പിന്നെ മസാലപ്പൊരി ഇങ്ങനെ ഞാൻ പാനിപ്പൂരി എടുത്തിട്ടുണ്ടായിന്. പിന്നെ 2 മസാലപ്പൊരി എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ അവിടെ അതിനെ ബില്ലാക്കിയിട്ട് ഇങ്ങോട്ട് ഓരോ എൻ്റെ കുഞ്ഞുമോളും അനിയത്തിൻ്റെ മോളും അവിടെ ജമ്പിങ് കളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിനെ. പിന്നെ അങ്ങനെ നമ്മൾ പാനിപ്പൂരി എടുത്ത് ഗായ്സ്. ഞാൻ പറഞ്ഞെന്നൊക്കെ ഉണ്ടെങ്കിൽ പാനിപ്പൂരി ആവട്ടോ മസാലപ്പൊരി ആവട്ടോ നിങ്ങൾ പുറമെ തന്നെ തിന്നാം. ഇവിടെ എന്ത് തിന്നാണ്ടാന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. പറഞ്ഞെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് എന്താ അറിയില്ല. ഞാൻ ബ്രദർ ഫസ്റ്റ് തന്നെ എടുത്തിട്ട് ആടെ വെച്ച്
പിന്നെ വെറുതെ പൈസ കൊടുത്തിട്ട് എന്തിന് കലയുന്നത് പറഞ്ഞിട്ട് ആ വീണ്ടും ഓനത് തിന്നുന്നുണ്ട്. ഓൻ്റെ എക്സ്പ്രഷൻ കാണുന്നില്ലേ, ടേസ്റ്റ് ഇല്ലാത്ത ഒരു എക്സ്പ്രഷൻ. അങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കാം പറഞ്ഞിട്ടാകുമ്പോൾ ടേസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. എന്ത് നല്ല എണ്ണയില്ല ഞാൻ. അങ്ങനെ ഓർ കളിക്കാൻ വന്നിട്ടുണ്ട്, ഓർക്ക് വേണ്ടിയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടൈറ്റാനിക്കിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറയാം, അനിയത്തിക്ക് കഴിയുന്നില്ലാന്ന് പറഞ്ഞ്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു കറങ്ങുന്നത് ഇഷ്ടമില്ല എനിക്ക്. അപ്പോൾ ബ്രദറിനെ വിളിച്ച്, ബ്രദർ ഇന്ന് തന്നെ പോന്നു ഗൈസ്, ഇന്ന് നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് അങ്ങനെ ഇരിക്കാനെന്ത് പോയിട്ടാണ്. ഞാനങ്ങനെ ഐസ്ക്രീം എടുക്കാൻ പോയി. അങ്ങനെ ഐസ്ക്രീം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പറഞ്ഞു നമുക്ക് ആടെല്ലാം കിട്ടുമ്പോൾ താഴത്തോളം ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ആടെന്ത് ഉണ്ടായിട്ട് തിന്നെന്തല്ല നമുക്ക് വളരെ എനിക്ക് ഒരു ഓക്കെ ആയിരുന്നു. ഷുഗർ ക്യാൻഡി ആർക്കെങ്കിലും ഇപ്പോഴും ഈ ഏജിലും ഇഷ്ടമുണ്ടാകും പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം. ഇത് ഇപ്പോഴും തിന്നുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അവർക്ക് 2 ആൾക്ക് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഓരോ 2 ആളെന്നും പകുതി ഞാൻ തന്നെ തിന്നിട്ടുണ്ടായിന്. അങ്ങനെ ഗൈസ് എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഗൈസ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ട്രാഫിക്. അല്ലോ എനിക്ക് മടുത്ത് ട്രാഫിക്. അങ്ങനെ ട്രാഫിക്കിൽ നിന്ന് കൂടി നമ്മൾ ഇപ്പോൾ എവിടെ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് തന്നെ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഗൈസ്. അങ്ങനെ ഹോട്ടലിലേക്ക് നമ്മൾ പോയി. മൊജിത്തോ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അതൊക്കെ ഈ മൊജിത്തോ അത്ര ഇഷ്ടമായിട്ട് നമുക്ക് ഇതിൻ്റെ പേരും മറന്നിട്ട് പോയി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ടായിന്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ ചിക്കൻ അൽഫാം. അപ്പോൾ നല്ല മസാലയോടുള്ളത്, നല്ല ഒരു എരിവും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ ഇതെല്ലാം തിന്നിട്ട് ഗായ്സ് ഞമ്മ ചോറ് വയ്ക്കാന്ന് വിചാരിച്ച് അങ്ങനെ ചോറ് വയ്ക്കാൻ വന്ന്. ഫുഡെല്ലാം നല്ല പാങ്ങുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞമ്മ ഇപ്പോൾ പുറക്കെ പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ ബ്രദർ പകുതി ചെയ്യാൻ ഇരുന്നപ്പോൾ നാട്ടിലേക്ക് പോകുന്നുണ്ടായിന്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.